Note the given solubility curve of global salt Na2SO4 10H2O. Find out the characteristics of the solubility of global salt that differentiate it from other salt. Global saltന്റെ ലേറ്റർ കർവ് നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കും. മറ്റ് ലവണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി global saltന്റെ ലേറ്റത്തിലുള്ള പ്രത്യേകതകൾ കണ്ടെത്തുക. അപ്പോൾ ഈ ഗ്രാഫ് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ടെമ്പറേച്ചർ 0°C നിന്ന് കൂടി 32.4°C ആവുന്നവരെ നമ്മുടെ സോലുബിലിറ്റി ഈ ലവണത്തിന്റെ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. അത് കഴിഞ്ഞ് 32.4°C കഴിയുമ്പോൾ അതിന്റെ താപനില കുറഞ്ഞു വരുന്നതായിട്ട് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പഠിച്ചു മിക്ക സാൾട്ടുകൾക്കും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ലേറ്റം സോലുബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗ്ലോബൽ സാൾട്ടിന് ഗ്ലോബൽ ലവണത്തിന് 32.4°C വരെ ലേത്തം സോലുബിലിറ്റി കൂടുകയും അതിനുശേഷം കുറഞ്ഞു വരുന്ന ഡിക്രീസ് ചെയ്യുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായി നമുക്ക് ഇത് കാണാൻ സാധിക്കും ലേത്തം ഹയർ ഇതിൽ 49.7 ഗ്രാം ആണ് 32.4°C ആകുമ്പോൾ ലയിച്ച് ചേരുന്നത്. അപ്പോൾ 100 ഗ്രാം ജലത്തിൽ 32.4°C 49.7 ഗ്രാം ഗ്ലോബൽ സാൾട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ലവണം ആ ജലത്തിലേക്ക് ലയിച്ച് ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അതിന്റെ ലേത്തം കുറയുകയും ചെയ്യുന്നു. ഇവിടെ മാക്സിമം സോലുബിലിറ്റി ഗ്ലോബൽ സാൾട്ടിന് ഉള്ളത് 32.4°C അതിൽ 49.7 ഗ്രാം ഗ്ലോബൽ ലവണവുമാണ് ലയിച്ച് ചേരുന്നത്.